ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 3 ഫേസ് DB സെലക്ടറുള്ള ടൈപ്പ് എന്നാൽ വീതി കൂടി വരുന്ന രീതിയിലുള്ള DBനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹാവൽസിൻ്റെയാണ്. സാധാരണ രീതിയിൽ വെർട്ടിക്കലായിട്ടും വരാറുണ്ട്, ഹൊറിസോണ്ടലായിട്ടും വരാറുണ്ട്. ഇത് വെർട്ടിക്കൽ രീതിയിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ രീതിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ DBകൾ, അതായത് വീതി കൂടിയ DBകൾ, ഹൈറ്റ് കൂടിയ DBകളൊക്കെ നമുക്ക് കിട്ടും. ആദ്യമേ തന്നെ നമ്മൾ കണക്ഷൻ കൊടുക്കുന്നത് ഐസൊലേറ്ററിലേക്കാണ്. ഐസൊലേറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത് നോർമൽ ലെവൽ 3 ഫേസിൽ നമ്മൾ കൊടുക്കാറ് 63 ആംസിൻ്റെ ഐസൊലേറ്ററാണ് കൊടുക്കാറ്. അതുപോലെ തന്നെ നേരെ തൊട്ടപ്പുറത്ത് ELCB കൊടുക്കുക. ELCB ഇതുപോലെ തന്നെ നമ്മൾ 63 ആംസിൻ്റെയാണ് കൊടുക്കുന്നത്. 30 മില്ലി ആംസിൽ കട്ട് ഓഫ് വരുന്ന രീതിയിലുള്ള, അതായത് ട്രിപ്പിംഗ് വരുന്ന രീതിയിലുള്ള ELCB ആണ് സാധനം കൊടുക്കുന്നത്. അതിൽ നിന്ന് നേരെ 3 ഫേസ് നേരെ വരുന്നത് സെലക്ടർ സ്വിച്ചിലേക്കാണ് വരുന്നത്. സെലക്ടർ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്. മിക്ക ആളുകളും ചോദിക്കാറുണ്ട് സെലക്ടറിൻ്റെ ആവശ്യമുണ്ടോ എന്ന്. അതായത് 3 ഫേസ് കണക്ഷൻ നമ്മൾ എടുക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും സെലക്ടറുള്ള ടൈപ്പ് DB എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം 3 ഫേസ് കണക്ഷനിൽ എപ്പോഴും 3 ഫേസ് ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഏതെങ്കിലും ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ ആ സെക്ഷനിൽ വരുന്ന കറണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 3 ഫേസ് നമ്മൾ കണക്ഷൻ എടുത്തു, 3 ഫേസിൽ കണക്ഷൻസ് വന്നിരിക്കുന്നത് ചിലപ്പോൾ 3 റൂമുകളിലേക്ക് ആയിരിക്കും വന്നിരിക്കുന്നത്. സെപ്പറേറ്റ് 3 റൂമുകളിലേക്കായിരിക്കും. അപ്പോൾ ഏതെങ്കിലും റൂമിൽ കണക്ഷൻസ് ഉണ്ടാവും, അടുത്ത ഫേസ് ഇല്ലാത്ത സമയത്ത് ആ റൂമിൽ കണക്ഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഫേസ് വരുന്നവരെ KCB ഫേസ് വരുന്നവരെ ആ റൂമിൽ വരുന്ന നമുക്ക് കറണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. ഇൻവെർട്ടർ മാത്രം ഉപയോഗിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അറിയാമെങ്കിൽ, അതായത് ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാകുമെങ്കിലും, അതായത് നമുക്ക് ഈ സെലക്ടർ ഉപയോഗിച്ച് കഷ്ടപ്പാട് ഉണ്ടാവുമെങ്കിലും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നവരെ ഓക്കെ ആവുന്നവരെ നമുക്ക് സെലക്ടർ സ്വിച്ച് പെട്ടെന്ന് ഉപയോഗിക്കാൻ അറിയണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ സെലക്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സെലക്ടർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയയിൽ വരുന്ന കറണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് കറണ്ട് കിട്ടുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 MCB വരുന്ന രീതിയിലാണ് ഓരോ റൈറ്റ് സെലക്ടറിൽ നിന്ന് വരുന്ന 8 MCB വരുന്ന, റൈറ്റ് ലെവലിൽ നിന്ന് 8 MCB വരുന്നു. അതുപോലെ തന്നെ അവസാനം ബ്ലൂ എന്ന് പറയുന്ന ഫേസിൽ നിന്നും 8 MCB വരുന്നു. അപ്പോൾ അങ്ങനെ ടോട്ടൽ നമ്മൾ 24 സർക്യൂട്ട് നമുക്ക് കൊടുക്കാവുന്ന രീതിയിൽ 8 DB ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സെലക്ടറുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സെലക്ടർ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന്, ഫേസിനനുസരിച്ച് സെലക്ട് ചെയ്യാമെന്ന് ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നേരെ ഡിസ്ക്രിപ്ഷനിലോ അതല്ലെങ്കിൽ ചാനലിലോ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 8 DB ആണ് ഓരോ സെലക്ഷനിൽ നിന്നും. റെഡിൽ നിന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് 8 MCB കൊടുത്തു. ആ സെക്ഷൻ തിരിച്ച് കൊടുത്തിരിക്കുന്നതുണ്ടോ. അപ്പോൾ നമുക്ക് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 MCBകൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് 3 ഫേസിലും കൊടുക്കുമ്പോൾ ഈക്വൽ ലോഡ് കൊടുക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3 AC നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഓരോ ഫേസിലും സെപ്പറേറ്റ് ACകൾ കൊടുക്കുക. അത് 20 ആംസിൻ്റെയോ അല്ലെങ്കിൽ 16 ആംസിൻ്റെയോ MCBയിൽ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പവർ പ്ലഗുകളാണെങ്കിൽ 3 ഫേസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു ഈക്വൽ ലോഡ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമം. ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സെലക്ടർ സ്വിച്ച് എങ്ങനെയാണ്, ഒരു ഫേസ് കട്ടായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് സെലക്ടർ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ അറിയണമെന്ന് താല്പര്യം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.